ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ആവോലി മീനാണ്. അപ്പോൾ സാധാരണയായിട്ട് ഞാൻ മീൻകറി വയ്ക്കാറ് തേങ്ങ അരച്ചിട്ടാണ്. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുളകിട്ട് വയ്ക്കുകയാണ്. ഇതാ മീനൊക്കെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുവാണ്. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും ഉലുവയും പൊട്ടിച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് മൂത്ത് കിട്ടുന്ന സമയത്ത് അതിലേക്ക് ഒരു പിടിയോളം കൊച്ചുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. മൂത്ത് കിട്ടിയതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഞാനൊരു അല്പം കറിക്ക് കൊഴുപ്പ് കിട്ടാനായിട്ടാണ് ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അല്പം മതിയാകും. കുറച്ച് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഈ പൊടികൾ നന്നായിട്ട് വഴറ്റി ചേർക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമുള്ളത്ര വെള്ളം ചേർക്കാം. ഓരോരുത്തരുടെയും നാവിൻ്റെ രുചിക്ക് അനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച നിലത്തിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് വേവിച്ചെടുക്കാം.